ഹലോ, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ രാവിലെ കുറച്ചൊന്ന് വൈകി എഴുന്നേറ്റ ദിവസമാണ്. അപ്പോൾ ഞാൻ രാവിലെ ജനലൊക്കെ ഒന്ന് റൂമിൻ്റെ തുറന്ന് നോക്കി, പുറത്ത് മഴയാണോ വെയിലാണോ എന്ന് അറിയാൻ വേണ്ടി നോക്കിയതാണ്. അപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് ഇച്ചിരി വെയിലൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. അപ്പോൾ വെയിൽ ഞാനിങ്ങനെ കാത്തിരിക്കുന്നതാണ്. കാരണം കുറച്ച് തുണിയൊക്കെ അലക്കി ഉണക്കി എടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ വെയിലാണെങ്കിലേ നടക്കുള്ളൂ, ഇല്ലെങ്കിൽ അകത്ത് കിടന്നതും അങ്ങനെ നനഞ്ഞ് കിടക്കും. ഞാൻ പിന്നെ വീണ്ടും അലക്കുന്നതും നനഞ്ഞ് കിടക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അലക്കാനൊന്നും പറ്റാണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പുറത്തോട്ടൊക്കെ ഒന്ന് പോയി നോക്കി, എന്തെങ്കിലും കുഴപ്പം ഉണ്ടോ എന്ന് നോക്കിയതാണ്. അപ്പം വേറെ കുഴപ്പമൊന്നുമില്ല. രാത്രി മഴ പെയ്തിട്ടുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കി, പക്ഷേ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. രാവിലെ വെയിൽ വന്ന് കിടന്നതുകൊണ്ട് പുറമൊക്കെ നന്നായിട്ട് ഉണങ്ങി കിടക്കുമായിരുന്നു. അപ്പോൾ 8:30 മണിയൊക്കെ ആയിട്ടുണ്ട് ഞാൻ എണീറ്റ് അടുക്കളയിലോട്ട് വന്നപ്പോൾ. ഇന്നലെ ഇച്ചിരി നല്ലോണം വൈകി കിടന്ന് ഉറങ്ങിയതുകൊണ്ട് രാവിലെ നല്ലോണം താമസിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് പുറത്തോട്ടൊക്കെ പോയി പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ. ഞാനത് ക്ഷീണം കാരണം എടുത്ത് ഫ്രിഡ്ജിലും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതിലൊരു വലിയ വെള്ളരിക്ക ഉണ്ടായിരുന്നു, അത് പകുതിയോളം അഴുകിപ്പോയി. ഞാനിങ്ങനെ ആലോചിക്കരുത്, എനിക്ക് അത്രയ്ക്ക് ബോധമില്ലായിരുന്നു. വെള്ളരിക്കെങ്കിലും എടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നെങ്കിൽ അത്രയെങ്കിലും എനിക്ക് കിട്ടിയേനെ. എന്നാലും കുഴപ്പമില്ല, കഴിഞ്ഞത് കഴിഞ്ഞു. അപ്പോൾ ഞാനത് കുറച്ചൊന്ന് കട്ട് ചെയ്തൊക്കെ മാറ്റിയതിന് ശേഷം ബാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ചായയൊക്കെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിന്ന് രാവിലെ സാമ്പാറാണ് വെക്കുന്നത്. അപ്പോൾ സാമ്പാറിനുള്ള പരിപ്പും കൂടി ശടപടയെന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആൾക്ക് നേരത്തെ പോവും വേണം, ഇത്രയും താമസിക്കും ചെയ്തല്ലോ ഞാൻ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ജോലി തീർക്കാനുള്ള പരിപാടിയായിരുന്നു കേട്ടോ. കണ്ടോ, പുറത്ത് അത്യാവശ്യം വെയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മുറ്റം ഒന്ന് ഉണങ്ങി കിട്ടിയാൽ മുറ്റമൊക്കെ ഒന്ന് അടിക്കണമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഈ രാവിലെ സമയത്ത് ഇങ്ങനെ ഭയങ്കരമായിട്ട് മഴ പെയ്തുകൊണ്ട് നിൽക്കുന്നതിനേക്കാളും ഇഷ്ടം എനിക്കൊരു സന്ധ്യ സമയമൊക്കെ ആയി കഴിയുമ്പോൾ ഒരു 5 മണി സമയമൊക്കെ ഉണ്ടല്ലോ. അതായത് നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്ത് നമ്മൾ വീട്ടിൽ വന്നിരിക്കുന്ന ആ ഒരു സമയം, അത് മുതൽ എനിക്ക് പിന്നെ രാത്രി അങ്ങനെ പിന്നെ അടുത്ത രാവിലെ വരെ നമ്മൾ ഉറങ്ങുന്ന ആ ഒരു സമയത്തൊക്കെ മഴ പെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കാരണം ആ സമയത്ത് നല്ല തണുപ്പായിരിക്കും, നമുക്ക് നല്ല തണുപ്പൊക്കെ കൊണ്ട് ഉറങ്ങും ചെയ്യാം. അപ്പോൾ എനിക്ക് അതാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. അപ്പോൾ രാവിലെ നമുക്ക് എന്തെങ്കിലും ജോലികളൊക്കെ ഉണ്ടെങ്കിൽ പോകാനും ചെയ്യാനും ഒക്കെ എളുപ്പമാണല്ലോ. പിന്നെ തുണിയൊക്കെ ഉണക്കിയെടുക്കാം. ജോലിക്ക് പോകുന്നവർക്കായാലും വെറുതെ നീലൊക്കെ എന്തെങ്കിലും ആവശ്യത്തിന് പോകുന്നവർക്കായാലും ഒക്കെ പോകാനൊക്കെ മഴ ഇല്ലാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ അതിനുശേഷം പിന്നെ ഞാൻ അടുക്കളയിലോട്ട് വന്നിട്ട് ഇഡ്ഡലി വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഇഡ്ഡലിയൊക്കെ പെട്ടെന്ന് നല്ല തീയൊക്കെ കൂട്ടിയിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ചായ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ തണുപ്പിച്ചൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ പരിപ്പ് വേവിച്ച് അതവിടെ വെച്ചിട്ടുണ്ട്, വിസിലൊക്കെ അടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പെട്ടെന്ന് പച്ചക്കറിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ ഈ അരിയുന്നത് എനിക്ക് പെട്ടെന്ന് എന്താ ഓർമ്മ വന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഞങ്ങൾ സന്തുഷ്ടരാണ് സിനിമയിലെ ആ നായിക ഉണ്ടല്ലോ, ഗീതു, അവള് പിന്നെ അരിയുന്ന ആ ഒരു ഇതാണ്, ഇങ്ങനെ വെട്ടിത്തുണ്ടെന്നുണ്ടായി അരിഞ്ഞിടുന്ന പോലെയാണ് ഞാൻ ഇന്നത്തെ സാമ്പാറിന് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് അങ്ങ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. കറിയും ഞാൻ തീ കൂട്ടിയിട്ട് ഒരു 3-4 വിസിൽ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താണെന്നറിയില്ല, പൊതുവേ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് വെക്കുമ്പോഴേക്കും, അത്യാവശ്യപ്പെട്ട് നമ്മൾ വെക്കുമ്പോഴത്തേക്കും സാധാരണ നല്ല ടേസ്റ്റ് വരും. ഇപ്രാവശ്യത്തെ സാമ്പാർ അത്ര കൊള്ളില്ലായിരുന്നു, എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. ചേട്ടനും പറഞ്ഞു നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ പുള്ളി അങ്ങനെ പൊതുവെ കുറ്റം പറയുന്ന ഒരാളല്ല. നമ്മൾ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് അങ്ങോട്ട് ചോദിച്ചാൽ പോലും ഇല്ല, നല്ലതാണെന്നേ പറയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അധികം അങ്ങനെ അറിയാൻ പറ്റില്ല. ഞാനതിൻ്റെ ഇടയ്ക്ക് കോഴിക്കുള്ള ഫുഡൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനെ അടിക്കുന്ന വടി എടുത്തുകൊണ്ട് വന്ന് തൊട്ട് പിറകെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാനത് നിവർന്നപ്പോൾ ജസ്റ്റ് മിസ്സായിട്ടാണ് എൻ്റെ കണ്ണിൽ കുത്താണ്ട് പോയത് കേട്ടോ, ഇല്ലെങ്കിൽ കണ്ണടിച്ച് പോയേനെ. അപ്പോൾ ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനാണ് ഈ വീട്ടിലെ അൺപെയ്ഡ് ബാർബർ. അപ്പോൾ പുള്ളിയുടെ താടിയൊക്കെ ട്രിം ചെയ്ത് കൊടുക്കുന്നത്, ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത്, മീശ ഷേപ്പ് ചെയ്യുന്നത്, മുടി വെട്ടുന്നത്, മോൻ്റെ മുടി വെട്ടുന്ന ആളൊക്കെ ഞാനാണ് എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കാറുള്ളത് കേട്ടോ. ഞാൻ കുറേയൊക്കെ ഇത് കണ്ടൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആളുടെ ചെയ്ത് ഇപ്പം നല്ല പ്രാക്ടീസൊക്കെ ആയി. വല്ലപ്പോഴും കൂടെയൊക്കെ ചില സമയത്തൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അത് കുളമായി പോകും. നമ്മൾ പ്രൊഫഷണലൊന്നും അല്ലല്ലോ, അപ്പോൾ ചില സമയത്ത് അത് ചെയ്യുമ്പോൾ കുളമായി പോകും. എന്നാലും മിക്കവാറും അത് നന്നായിട്ട് വരാറുണ്ട്. വലത് കാല് 90 ഡിഗ്രി സപ്പോർട്ട് കണ്ട, അടിച്ച് വെട്ടി, അടിച്ച് വെട്ടി, തിരിഞ്ഞ് അടിച്ച് വെട്ടി. കാരണം തിരിഞ്ഞെന്ന് പറയുമ്പോൾ ഇങ്ങനെ കണ്ട, അടിച്ച് വെട്ടി. അപ്പോൾ അച്ഛനും മോനും അവിടെ കളരി പ്രാക്ടീസും അങ്ങനത്തെ കാര്യങ്ങളായിട്ടൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ അടുക്കളയിൽ കയറിയിട്ടുണ്ടായിരുന്നു. ആദ്യം അടുക്കളയൊക്കെ ഒന്ന് തുടച്ചൊക്കെ എടുത്തു. സ്ലാബിലൊക്കെ അങ്ങനെ ഇങ്ങനെ എന്തൊക്കെ വീട് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തുടച്ചെടുത്തതിന് ശേഷം ഞാൻ പിന്നെ കറിയൊക്കെ വെന്തത് ഇറക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലി ഞാൻ തട്ടിയിൽ നിന്ന് മാറ്റി പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ട് അത്രയും നേരം ഉപയോഗിച്ച പാത്രങ്ങളെല്ലാം ഞാൻ കഴുകാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നമുക്ക് ഈ എളുപ്പപ്പണിക്ക് ഇഡ്ഡലി വേവിക്കുന്നതും പിന്നെ അത് ഇളക്കിയെടുക്കുന്നതൊക്കെയാണ് എളുപ്പമെന്നുണ്ടെങ്കിൽ, അത് പാത്രം കഴുകാനാണ് ഏറ്റവും വലിയ പണി. അപ്പോൾ അത് ഞാൻ കുറച്ച് സമയം എടുത്തൊക്കെ എങ്ങനെയൊക്കെയോ കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചായപാത്രം അങ്ങനെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത് കഴുകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ കഴുകിയതിന് ശേഷം അരിയും കൂടെ തിളപ്പിക്കാൻ വേണ്ടി കൊണ്ടുവച്ചേ. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുളിച്ച് റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പോകാൻ വേണ്ടിയിട്ട്.
മോനുള്ളത് മോൻ സോഫയിലിരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ. അപ്പോൾ ന്യൂസൊക്കെ കണ്ട് ആളവിടെ കഴിക്കാനിരുന്നു. അപ്പോൾ വെയിലുള്ളതുകൊണ്ട് ഞാൻ അലക്കാനുള്ള തുണിയൊക്കെ കൊണ്ടുപോയി അലക്കാൻ ഇട്ടിട്ട് കഴിക്കാൻ വേണ്ടി വന്ന് ഇരിക്കുന്ന സമയമായപ്പോഴേക്കും ആൾ കഴിച്ചൊക്കെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കാര്യങ്ങൾ എനിക്കത് ചെയ്തു കൊടുക്കാനുണ്ട്. ആൾ പോകുന്നതിന് മുന്നേ കൊച്ചു പിള്ളേർ നമ്മൾ സ്കൂളിൽ വിടുന്നതിന് മുന്നേ ഉള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യില്ലേ, അതുപോലെ ഇവിടെയും ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് ഒരാൾ പിറകേ നടക്കണം. അപ്പോൾ ഞാനാണ് ആ പിറകേ നടക്കേണ്ട ആൾ. അപ്പോൾ അതെവിടെ ഇതെവിടെ മറ്റേതെവിടെ മറിച്ചവിടെ എത്ര പറഞ്ഞാലും അത് വെക്കേണ്ട സ്ഥലത്തത് വെക്കണം, എടുത്ത് അവിടെ തന്നെ തിരിച്ച് വെക്കണമെന്ന് പറഞ്ഞാൽ എത്ര പറഞ്ഞാലും കേൾക്കില്ല. അതങ്ങനെ ഇവിടെ എവിടെയെങ്കിലും കൊണ്ട് വെച്ചേക്കും. അപ്പോൾ അത് ഞാൻ കാണുന്നുണ്ടായിരിക്കും എവിടെയാണ് വെച്ചേക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതെനിക്കൊരു ഓർമ്മ കാണും. അപ്പോൾ അത് ഞാൻ തന്നെ പിന്നെ എടുത്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. ഞാൻ അങ്ങനെ കൊണ്ട് ഒരിടത്തും അടുക്കിയൊന്നും വെക്കാറില്ല. ചിലപ്പോൾ ഞാൻ മിണ്ടായിട്ടേ ഇല്ല, അത് പോകുന്നത് വരെ തപ്പി 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 നടന്നിട്ട് അവസാനം ഒട്ടും കിട്ടാണ്ടാവുമ്പോൾ ഞാൻ പോയി എടുത്ത് കൊടുക്കാറൊക്കെയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ ആൾ പിന്നെ റെഡിയായി ഇറങ്ങി. അപ്പോൾ ഞാൻ മോനും കൂടെ ടാറ്റയൊക്കെ കൊടുത്തു. ആളെ പറഞ്ഞു വിട്ടു. ചെറിയൊരു പിണക്കമൊക്കെ ഉണ്ടായിരുന്നു അച്ഛൻ പോയതിൻ്റെ. അപ്പോൾ ആൾ പോയതിന് ശേഷമാണ് പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നത് കേട്ടോ. ഒരു 9 കാലൊക്കെ ആയപ്പോഴേക്കും ചേട്ടൻ പോയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞാൻ പിന്നെ കുറച്ച് സമയം ഇരുന്ന് ആസ്വദിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നതായിരുന്നു. സാമ്പാർ അത്ര പോരായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നിട്ടുണ്ടായിരുന്നു. കുറച്ചൊന്ന് പഠിച്ചതിന് ശേഷം ബാക്കി ജോലികൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് 19-ാം തീയതി ഒരു എക്സാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ പഠിത്തമാണ് ഇപ്പോൾ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ മാസം 2 എക്സാം ഉണ്ട്. അപ്പോൾ അത് എഴുതിയതിന് ശേഷം പിന്നെ ഡിസംബറിൽ എനിക്ക് എക്സാം എഴുതിയാൽ മതി. ഞാൻ ഇവിടെ വന്നിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ കുഞ്ഞാൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആൾ എന്നെ തപ്പി ഒന്ന് മൊത്തം വീട് നോക്കി നടന്നതിന് ശേഷമാണ് എന്നെ കണ്ടുപിടിച്ചത് കേട്ടോ. അപ്പോൾ അതിൻ്റെ അമ്മ അത്രയും സമയം കാണാതെ തന്നെ ഒരു സങ്കടവും വിഷമമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എൻ്റെ മഴയിൽ വന്ന് അങ്ങനെ കുറേ നേരം വിഷമിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആളങ്ങ് സെറ്റായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് സമയം ഇരുന്ന് കുറച്ചേ പഠിച്ചുള്ളൂ. കുറച്ച് സമയം ഇരുന്ന് പഠിച്ചതിന് ശേഷം മീനൊക്കെ ഒന്നെടുത്ത് വെള്ളത്തിലോട്ട് ഇട്ടിട്ടുണ്ട് നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട്. തുണി അലക്കിയത് ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെ നമുക്ക് വിരിച്ചിടണം. അപ്പോൾ ആദ്യം ഞാൻ ചെറിയ തുണികളൊക്കെ നമ്മൾ ക്ലിപ്പിലാണല്ലോ ഇടുന്നത്. അപ്പോൾ അതിനുള്ളതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയില്ല, ടെറസിൽ കൊണ്ടുപോയിട്ട് മാറ്റാമെന്ന് വിചാരിച്ച് ഇവൻ വലിച്ചെടുക്കുമ്പോൾ ഇതൊക്കെ ചിലപ്പോൾ താഴെ വീണിട്ട് ആകെ ഇല്ലാണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഞാൻ ചെയ്ത് കൊണ്ടുപോയി വിരിച്ചതിന് ശേഷം വന്നപ്പോഴേക്കും എൻ്റെ പച്ചക്കറിയിൽ മൊത്തം ചെറിയ ഈച്ച ഇങ്ങനെ നിറഞ്ഞിരിക്കുമായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും വേണമെന്നുള്ള സാധനങ്ങൾ മാറ്റി വെച്ചിട്ട് നമുക്ക് എല്ലായിടത്തും ഫ്രിഡ്ജിൻ്റെ ഉള്ളിലോട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കുഞ്ഞാളും വന്ന് നിൽപ്പുണ്ട്. അവൻ എനിക്ക് വെണ്ടയ്ക്കൊക്കെ ഇങ്ങനെ കവറിനകത്തോട്ട് ഇട്ട് തന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ആക്കിയതിന് ശേഷം പിന്നെ അവന് മോര് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവന് മോര് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഞാൻ കലക്കി കൊടുക്കുന്നുണ്ട്. പച്ചമുളകും ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എളുപ്പപ്പണിക്ക് ഒരു അല്പം മുളക് പൊടി ഉപ്പും കൂടെ ചേർത്തിട്ടാണ് കൊടുക്കാറുള്ളത്. അപ്പം ഞാൻ അതൊക്കെ കലക്കി അവന് കുടിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇനി അത് കുടിച്ചു അങ്ങനെ അങ്ങ് നടന്നോളൂ. ഞാനും നന്നായിട്ട് കുടിക്കാറുണ്ട് ഈ സാധനം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവനും എൻ്റെ ആ ഒരു ഇഷ്ടം കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ മീൻ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ മീൻ വൃത്തിയാക്കാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിൽ പുറം വൃത്തിയാക്കി എടുത്തു കഴിയുമ്പോഴേക്കും എൻ്റെ അടുക്കള ഫുള്ളും ഇതായിരിക്കും. അങ്ങനെ ഞാൻ പിന്നെ എങ്ങനെയൊക്കെയോ അതിനെ വൃത്തിയാക്കി എടുത്തതിന് ശേഷം അത് ഞാൻ വറുക്കാൻ വേണ്ടിയിട്ട് വെച്ചു. ഇത് തലേ ദിവസവും ഈ മീൻ തന്നെയായിരുന്നു. അപ്പോൾ അത് നമ്മൾ കറിയാക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് എന്തായാലും വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഈ മീൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം വറുത്ത് കഴിക്കുന്നതാണ് കേട്ടോ, കറി വെക്കുന്നതിനേക്കാളും. എന്നിട്ട് ഞാൻ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി. ഇത് തലേ ദിവസം അരിഞ്ഞ് വെച്ചിരുന്ന പൈനാപ്പിൾ ആയിരുന്നു. അപ്പോൾ അതും കൂടെ ഞാൻ ഒന്ന് തണുപ്പ് മാറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു, എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് സമയം ഒന്ന് ഇരുന്ന് കഴിച്ചിട്ട് ഞാൻ പിന്നെ വീടൊക്കെ ഒന്ന് അടിച്ചിടാമെന്ന് വിചാരിച്ചു. നല്ലോണം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് കുറേശ്ശെ ഓരോ സ്ഥലമായിട്ട് ഇങ്ങനെ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ഇതുപോലെ ഇങ്ങനെ ചെയ്തു വരികയാണ് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യാൻ എനിക്ക് പറ്റാത്തത് കൊണ്ട് ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്ത് വെച്ചതിന് ശേഷം മൊത്തം വലയും കാര്യങ്ങളെല്ലാം ഒന്നിച്ചടിച്ച് ഒന്നുകൂടെ ഒന്ന് ക്ലീനാക്കി എടുക്കുക. അപ്പോൾ എനിക്ക് ഇത്രയും പണി വരില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓരോ രീതിയിൽ ഓരോരുത്തരായിട്ട് എവിടെയൊക്കെ കൈവയ്ക്കണം, എവിടെയൊക്കെ കൈവച്ചിട്ട് കുറേ നാളായി എന്ന് നോക്കി ഇന്ന് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് മുതൽ തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് വീടൊക്കെ ഒന്ന് നന്നായിട്ട് അടിച്ചിട്ടു. പിന്നെ മീൻ നന്നായിട്ട് വെന്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവന് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അവന് ചോറ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മീനിൻ്റെ മണം അടിച്ചിട്ടാണ് ആൾക്ക് ചോറ് വേണമെന്ന് തോന്നിയത് കേട്ടോ. അപ്പോൾ ഞാൻ അവന് ചോറ് കൊടുത്തപ്പോൾ പിന്നെ എനിക്കും കഴിക്കണമെന്ന് തോന്നി. ഈ സമയപ്പോഴേക്കും ഉച്ചയായിട്ടുണ്ടായിരുന്നു, കഴിക്കേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ എപ്പോഴും ജോലിയൊക്കെ തീർത്ത് അതിന് ശേഷമാണ് കഴിക്കുന്നത് 4 മണി 5 മണി സമയത്ത്. അതിനേക്കാൾ ഇപ്പോൾ കഴിച്ചിട്ട് ഇരുന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം ഫുഡ് കഴിച്ചതിന് ശേഷമാണ് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയത്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ പണി ഡൈനിങ് ടേബിൾ ക്ലീൻ ആക്കുക എന്നുള്ളതാണ്. ചെയറും അതെല്ലാം തുടയ്ക്കാനുണ്ടായിരുന്നു. നല്ലോണം അഴുക്കൊക്കെ പിടിച്ച് പൊടിയൊക്കെ പിടിച്ചിരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ ഇത് കുറേ നാളായി ഞാനത് ക്ലീൻ ചെയ്തതിന് ഇട്ടിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ആദ്യം ഡൈനിങ് ടേബിൾ ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചെറിയ രീതിയിൽ വേട്ടാളം വന്നിട്ട് കൂടൊക്കെ വെക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ അടിയിൽ. ഞാനിങ്ങനെ തുടച്ചെടുത്ത സമയത്ത് പിന്നെ അതെല്ലാം ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്ന് കൂടൊക്കെ വെച്ച് അവരവിടെയെങ്കിലും സ്ഥിരതാമസം തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് ഞാൻ മൊത്തത്തിലെ ഒന്ന് തുടച്ചെടുത്തു. പിന്നെ ഈ ഗ്ലാസ് ഇപ്പോഴും എനിക്ക് മാറ്റാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിനിപ്പോൾ ഉടനെ എന്തായാലും മാറ്റി തുടയ്ക്കണം അതിനകമൊക്കെ. പിന്നെ ഈ
മേശ ഞാൻ കൈവച്ചിട്ട് അതുപോലെ തന്നെ ഒരുപാട് നാളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ മൊത്തം വലയായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ നന്നായിട്ട് തുടച്ചൊക്കെ എടുത്തു. 2 പ്രാവശ്യം ഞാനത് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്ലാസ്സൊക്കെ തിരിച്ച് മറിച്ചിട്ടൊക്കെ തുടച്ചെടുത്തു. ഇനി അടുത്ത പരിപാടി ഈ സോഫ തുടയ്ക്കുക എന്നുള്ളതാണ്. സോഫയും ഒരുപാട് നാളായി. ഇപ്പം ഭയങ്കര പൊടിയാണല്ലോ ഇതിനകത്ത്. പഴയ വീട്ടിലാണെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇവിടെയാണ് ഇത്രയും പൊടി കൂടുതൽ. അപ്പോൾ അതിനനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് തുടച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് ഞാൻ പിന്നെ തുടച്ചിട്ട് കുറേ നാളായി. അപ്പോൾ അതിൻ്റേതായ അഴുക്കും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ആദ്യം ഇത് ഫർണിച്ചറെല്ലാം നന്നായിട്ട് തുടച്ചെടുത്തേ. ഫർണിച്ചർ തുടച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഈ സ്പോഞ്ച് കൂടെ തുടച്ച് വെക്കാമെന്ന് വിചാരിച്ചു. വെയിൽ പുറത്തുണ്ട്, വേണമെങ്കിൽ വെയിലത്ത് കൊണ്ട് വെക്കാം. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, എനിക്കെന്തോ ഒരു മടി പോലെ തോന്നി, അതും കൂടെ കൊണ്ട് ചുമന്നുകൊണ്ട് നടക്കാൻ വയ്യ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം ഫർണിച്ചർ മൊത്തം തുടച്ചതിന് ശേഷം ഇതിൻ്റെ ബാക്ക് സൈഡും എല്ലാം നന്നായിട്ട് വലയുണ്ടായിരുന്നു ഈ സ്പോഞ്ചിൻ്റെ. അപ്പോൾ അതൊക്കെ തുടച്ചെടുത്തിട്ട് പിന്നെ ഞാൻ സോഫ തുടയ്ക്കുന്നൊരു മോപ്പുണ്ട്, നമ്മളത് മാറ്റി മാറ്റി യൂസ് ചെയ്താണ് തുടയ്ക്കാറുള്ളത് കേട്ടോ. തറ തുടയ്ക്കാനും സോഫ തുടയ്ക്കാനും 2 എണ്ണം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെത് ഇതിൽ രണ്ടും എടുത്ത് ഇടുന്നതും ഊരുന്നതും ഒത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് മറ്റേത് ഞാൻ എടുത്തിട്ടതിന് ശേഷമാണ് തുടയ്ക്കുന്നത്. ഞാൻ നിന്നും ഇരുന്നും കിടന്നും ഒക്കെ തുടച്ചിട്ടുണ്ടായിരുന്നു. അത്രയും അഴുക്കുണ്ടായിരുന്നു സോഫയിലൊക്കെ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് തുടച്ചതിന് ശേഷം തിരിച്ച് എടുത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ തലയണ, ചെറിയ സോഫ എല്ലാം ഞാൻ തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് തുടച്ച് കണ്ടതിന് ശേഷമാണ് എനിക്കൊരു സമാധാനമായി. നല്ല വൃത്തിയായിട്ടുണ്ടായിരുന്നേ. കുറേ നാളോട് തുടയ്ക്കണമെന്ന് വിചാരിച്ചിട്ട് നാളെ എന്ന് പറഞ്ഞ് അങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ എന്തായാലും അത്രയും കൂടെ തുടച്ചിട്ടേലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ തറയും കൂടെ അങ്ങ് തുടയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് തറയും തുടച്ചിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ അതും പൊടിയൊക്കെ പിടിച്ച് അങ്ങനെ കിടക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ തറ കൂടെ തുടച്ച് എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അത്രയും കൂടെ ആയപ്പോഴേക്കും വീടിനുള്ളിൽ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ച പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീണ്ടും പുറത്തുള്ള കാര്യങ്ങളിലോട്ട് ഇറങ്ങി. ഇപ്പോൾ വെയിലുള്ളതുകൊണ്ട് ഇലയൊക്കെ മണ്ണിൽ നിന്ന് വിട്ട് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വേഗം വെയിൽ മാറി ഇനി മഴ എങ്ങാനും വരുന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ മുറ്റവും കൂടെ അടിച്ച് കൂട്ടി കത്തിക്കാമെന്ന് വിചാരിച്ചു. ഇല കത്താനുള്ള ആ ഒരു ഇതൊന്നും ആയിട്ടില്ല, എന്നാലും പുകഞ്ഞായാലും പതുക്കെ കത്തിക്കോളൂ. അതുകൊണ്ട് ഞാൻ വെയിൽ വന്നതുകൊണ്ട് വീട് മൊത്തത്തിലെയാണ് അടിച്ചിട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. എല്ലാ സൈഡും 4 സൈഡും ഞാൻ അടിച്ച് കൂട്ടി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പുറത്ത് ഓൾറെഡി ഞാൻ ഒരു ദിവസം അടിച്ചു കൊണ്ട് വെച്ചത് കത്തിക്കുന്നതിന് മുന്നേ മഴ പെയ്തതുകൊണ്ട് ആ ഒരു വേസ്റ്റും കൂടെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും ഇപ്പോൾ ഇന്നത്തെ ഇച്ചിരി ഒന്ന് ഉണങ്ങി കിടന്നതുകൊണ്ട് ഇതും കൂടി ആയപ്പോൾ രണ്ടും കൂടെ ഒന്നിച്ച് അങ്ങ് കത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് വേസ്റ്റൊക്കെ എല്ലാം. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. മോൻ അത്രയും സമയം ഉറങ്ങാണ്ട് എൻ്റെ കൂടെ ഓരോന്നൊക്കെ ചെയ്തും എടുത്തുമൊക്കെ നടന്നിട്ട് ആൾക്ക് നല്ല ഉറക്കമൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ അവനെ കൊണ്ടുപോയി ആദ്യം കുളിപ്പിച്ച് അവനെ ഉറക്കിയതിന് ശേഷം ഞാൻ കുളിച്ച് നേരെ അടുക്കളയിലോട്ട് വന്നു. ഒന്ന് ചായ ഇട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു മോന് എഴുന്നേൽക്കുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ബൂസ്റ്റും ഒക്കെ ഇട്ടിട്ടാണ് അവന് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മഞ്ഞൾപ്പൊടി കുറച്ചിട്ടു, പിന്നെ കുറച്ച് പഞ്ചസാരയും ബൂസ്റ്റും ഒക്കെ എടുത്ത് വെച്ച് അവൻ്റെ ചായക്കുള്ള പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. ആളിന് കുറച്ച് വൈകി എഴുന്നേൽക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ എനിക്കാണെങ്കിൽ അങ്ങനെ നിന്നപ്പോൾ എനിക്ക് എന്തോ ഒരു ഭയങ്കര ബുദ്ധിമുട്ട്, വയറൊക്കെ എന്തോ പോലെ. അപ്പോൾ പിന്നെയാണ് എനിക്കത് മനസ്സിലായത്, എനിക്ക് നന്നോട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും കഴിക്കണം എന്നുള്ളൊരു ഭയങ്കര ടെൻഡൻസി എനിക്കുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒന്ന് വെയിൽ താഴ്ന്ന് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മഴയ്ക്കാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുകളിൽ അലക്കിയിട്ടിരുന്ന തുണി നന്നായിട്ടെല്ലാം ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടുവന്ന് ഞാൻ കട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതിനെ മടക്കി വെക്കണം. അപ്പോൾ അതിന് മുന്നേ ഞാൻ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു പൈനാപ്പിൾ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു വാങ്ങി വന്നതിൽ. അപ്പോൾ അതിന് ഞാനെടുത്തെല്ലാം നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് എനിക്കൊരു തേയില കൂടെ കുടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടാണ് ഞാൻ തുണിയൊക്കെ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാം കഴിയപ്പോഴേക്കും എൻ്റെ തേയിലയൊക്കെ നന്നായിട്ട് തിളച്ച് കിട്ടി. അപ്പോൾ ഞാൻ ആ തേയിലയും പിന്നെ കുറച്ച് പൈനാപ്പിളും കൂടെ കൊണ്ടുവച്ച് കഴിച്ചു. ഇതെല്ലാം ഞാൻ കഴിച്ചിട്ടില്ല, ഞാൻ ഈ പാത്രത്തോടെ കൊണ്ടുവച്ച് കഴിക്കുന്നുള്ളതേ ഉള്ളൂ. 100 പാത്രം എടുത്താൽ അത് ഞാൻ തന്നെ കഴിക്കേണ്ടി വരും. മോൻ്റെ കൂടെ കിടന്ന് കുറച്ച് സമയം ഒന്ന് ഉറങ്ങിപ്പോയി. ഞാൻ അവൻ്റെ അടുത്ത് പഠിച്ചിട്ടൊക്കെ വന്നിരുന്നതായിരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് പഠിച്ചിട്ട് വന്ന് അവൻ്റെ അടുത്ത് കയറി ഇരുന്നിട്ട് ഞാൻ തന്നെ അങ്ങ് ഉറങ്ങിപ്പോയി. അപ്പോൾ ആളിവിടെ എഴുന്നേറ്റ് അങ്ങനെ സോഫയിൽ വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ ഇരിപ്പുണ്ട്. ഞാൻ എന്നിട്ടിങ്ങനെ പുറത്തോട്ടിങ്ങനെ നടന്നപ്പോൾ നല്ല തണുപ്പ്. അപ്പോൾ നോക്കിയപ്പോഴാണ് ഞാൻ ഉറങ്ങിക്കിടന്നതിനിടയ്ക്ക് നല്ലൊരു ഗംഭീര മഴ പെയ്തേക്കുന്നു. അപ്പോൾ എല്ലായിടവും നനഞ്ഞ് കുതിർന്ന് അങ്ങനെ കിടക്കാം. എന്തായാലും മുറ്റമൊക്കെ അടിച്ച് എല്ലാം സെറ്റാക്കി വെച്ചത് കൊണ്ട് കുഴപ്പമില്ല, ഒന്നും അറിഞ്ഞില്ല. ആ ഫാനൊക്കെ ഇട്ട് ജനലൊക്കെ അടച്ചിട്ടാണ് ഞാൻ കിടന്നത്. അപ്പോൾ ഒന്നും അറിഞ്ഞില്ല. പക്ഷേ നല്ലൊരു മഴ പെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഉണ്ടായിരുന്ന തുണികളൊക്കെ അലക്കിയെടുത്തു, മുറ്റമെല്ലാം അടിച്ചു, വേസ്റ്റ് കിടന്നെല്ലാം കത്തിച്ചു. അപ്പോൾ പിന്നെ മഴ പെയ്താലും കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇനി കുറച്ച് സമയം മോൻ്റെ കൂടെ ഇരുന്നിട്ട് രാത്രിയത്തെ കാര്യങ്ങളോട്ടൊക്കെ കിടക്കാം. അപ്പോൾ എന്തായാലും ഇന്ന് മഴ ഇല്ലേന്ന് ഞാനിങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും മഴ പെയ്തു. അങ്ങനെ ഞാൻ പിന്നെ തുണിയൊക്കെ നമ്മൾ നേരത്തെ ഉണക്കിക്കൊണ്ടിട്ടത് അങ്ങനെ കട്ടിൽ കിടപ്പുണ്ടായിരുന്നുണ്ട്. അപ്പോൾ അത് എടുത്ത് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇത്ര തുണി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആദ്യം ഞാനെല്ലാം മടക്കിയൊക്കെ വെച്ചതിന് ശേഷം എടുത്ത് വെക്കേണ്ടടുത്തൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ അലമാരയൊക്കെ നമ്മൾ ഇതിന് മുന്നത്തെ ദിവസം തന്നെ എല്ലാം ക്ലീനാക്കിയൊക്കെ വെച്ചിരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ തുണിയൊക്കെ അടക്കി ഒതുക്കിയൊക്കെ വെക്കാൻ എനിക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട്. ഇത് ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഓരോരുത്തരായിട്ട് ക്ലീനാക്കി വരുന്നതിൻ്റെ ഇത് തന്നെയാണ് കേട്ടോ. ഞാൻ അലമാരയൊക്കെ ഇതിന് മുന്നേ ഒന്ന് ക്ലീനാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ.
നേരത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ അടുക്കളയിലോട്ട് വന്നു. അവിടെ നമ്മൾ ചോറ് വയ്ക്കുന്ന അരി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ബക്കറ്റിലോട്ട് കുറച്ച് അരി എടുത്ത് തട്ടി വെക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനെടുത്ത് തട്ടി വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വീട്ടിൽ പഴകിയ അരി കൂടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും കുറച്ച് അച്ഛൻ വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കോഴിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി നാളത്തേക്ക് കുറച്ച് ചെറിയ ഉള്ളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് പൊളിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ പണി നടന്നുകൊണ്ടിരുന്നപ്പോഴേക്കും ചേട്ടൻ്റെ അങ്കിള് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ആ പുള്ളിക്കാരൻ തൃശ്ശൂരാണ് സെറ്റിൽഡ് ആയിട്ടുള്ളത്. അപ്പോൾ വല്ലപ്പോഴും ഇങ്ങനെ വരാറുള്ളൂ. അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു ചേട്ടൻ്റെ കൂടെ. പിന്നെ അങ്കിളുമായിട്ട് കുറേ സമയം സംസാരിച്ചൊക്കെ അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. എനിക്ക് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര മടിയാണ്. പിന്നെ എന്തായാലും വീടൊക്കെ ഇന്ന് നന്നായിട്ട് ഞാൻ ഒതുക്കിയിട്ടിരുന്നത് കൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. പൊതുവേ അങ്ങനെ അധികം ആരും ഞാൻ ഒതുക്കിയിട്ടിരിക്കുന്ന ദിവസം വരാറില്ല. എപ്പോഴും അലങ്കോലമായിട്ട് കിടക്കുന്ന ദിവസമാണ് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും കയറി പറഞ്ഞേ. അങ്ങനെ പിന്നെ കുറേ സമയം ഇരുന്നതിന് ശേഷം അങ്കിള് പോയിട്ടുണ്ടായിരുന്നു. പോയതിന് ശേഷമാണ് പിന്നെ അച്ഛൻ്റെ ഇടുപ്പിൽ കയറാനൊക്കെ മോൻ അവസരം കിട്ടിയത്. അങ്ങനെ അച്ഛൻ്റെ ഇടുപ്പിൽ കയറി ഇരിക്കുകയാണ്. അപ്പോൾ ആൾ വന്നപ്പോൾ എനിക്ക് കഴിക്കാനായിട്ട് വട വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എൻ്റെ കയ്യിൽ തന്നതിനാണ് ആ പിണങ്ങുന്നത് കേട്ടോ. അവൻ്റെ കയ്യിൽ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് അച്ഛൻ വാങ്ങി അവൻ്റെ കയ്യിൽ കൊടുത്ത് അവൻ അതിനെ കൊണ്ട് അടുക്കളയിലാണ് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ കയ്യിലും തന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ചേട്ടൻ വന്നിട്ട് എനിക്ക് അത് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. ഈ ചമ്മന്തിക്കറി വെച്ചിട്ട് കഴിക്കാൻ വേണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ചമ്മന്തിക്കറി അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. കുറച്ചൊന്ന് ഇല്ലാണ്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇച്ചിരി ലൂസായിരുന്നു. എനിക്ക് നല്ല കട്ടി ചമ്മന്തിയാണെങ്കിൽ നല്ല ഇഷ്ടമാണ്. അപ്പം മോന് വേണോ എന്നൊരു 100 പ്രാവശ്യം ഞാനത് ചോദിച്ചിട്ട് അവൻ വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ കൊണ്ടുവച്ച് കഴിച്ചു ഈ സാധനം. അപ്പോഴേക്കും അടുത്ത മഴയും തുടങ്ങി. ഞാനത് കഴിച്ച് തീർന്നപ്പോൾ തൊട്ട് അവൻ ആ വട വേണം താനും. അങ്ങനെ പിന്നെ നമുക്ക് ഒരു രീതിയിൽ ഇവരെ സമാധാനിപ്പിക്കാൻ പറ്റുന്നില്ല എന്നായപ്പോൾ ഒന്ന് തുറന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വട വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി. കരഞ്ഞ് വിളിച്ചിരിക്കുന്ന മുഖമാണ് കേട്ടോ അത്. അങ്ങനെ ചേട്ടൻ പറഞ്ഞു നമുക്ക് വാങ്ങിച്ചു കൊടുക്കാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമ്മൾ കൊണ്ടുപോയി. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കടയുണ്ട്. ഈ കടയിൽ എല്ലാ സാധനങ്ങളും നമുക്ക് കഴിക്കാൻ കിട്ടും. ഭയങ്കര ടേസ്റ്റിയാണ് ഇവിടുത്തെ ഫുഡ്. അപ്പോൾ നമ്മൾ എപ്പോഴും വരുന്നൊരു കടയാണ്. അങ്ങനെ ഇവിടെ എന്തെങ്കിലും രാത്രി എന്തെങ്കിലും കഴിക്കാൻ വട എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് ഇതിനൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം അപ്പം തന്നെ ഒരു 10:30 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ചുണ്ടായിരുന്നത് നമ്മൾ 1-2 സാധനങ്ങളൊക്കെ വാങ്ങിച്ചോട്ടെ. ആൾ ഭയങ്കര സന്തോഷമായിട്ട് ഇരിപ്പുണ്ട് വട കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട്. സാധനം കയ്യിൽ കിട്ടി 2 കടി കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അവന് വടയും വേണ്ട ഒന്നും വേണ്ട. അവൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതും പിന്നെ ഞാനും ചേട്ടൻ്റെ കൂടെ തന്നെയാണ് കഴിച്ചത് കേട്ടോ. പിന്നെ വന്ന് ആൾ ഫുഡൊക്കെ കഴിച്ചു, ഞാനും ഫുഡ് കഴിച്ചു, മോൻ കഴിച്ചു. പിന്നെ രാത്രിയത്തെ പാത്രങ്ങളൊക്കെ ഇടുന്നതൊക്കെ ഞാൻ കഴുകിയെടുത്ത് വെക്കേണ്ട അടുത്തൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അന്നത്തെ ദിവസത്തെ ജോലിയെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഗ്യാസ് സ്റ്റവ് തുടയ്ക്കുക, നമ്മുടെ സ്ലാബ് തുടയ്ക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. അടുക്കളയൊക്കെ ഒതുക്കിയിട്ട് പിന്നെ നേരെ നമ്മൾ കിടക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ സമയം ഇപ്പോൾ മോന് നല്ല ഉറക്കം വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബെഡൊന്നും വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ രാത്രി ഒന്ന് മൊത്തത്തിലൊന്ന് നന്നായിട്ട് തട്ടിക്കൊടഞ്ഞൊക്കെ എടുത്ത് പിന്നെ മോനെ കിടത്തി ഉറക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ആൾ കിടക്കാൻ വേണ്ടിയിട്ടുള്ള സന്തോഷത്തിൽ തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞിപ്പുഴുവാണത്. അങ്ങനെ പിന്നെ നമ്മൾ ബെഡൊക്കെ വിരിച്ച് കുറച്ച് സമയം ഇരുന്ന് കളിച്ചിട്ട് കിടന്നിറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അത് ഇപ്പോൾ ഇങ്ങനെ പോയാൽ മതിയെന്നുണ്ടെങ്കിൽ അതൊക്കെ പറയാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.